അച്ഛനില്ലാതെ സിംഗിൾ മദറായി നിന്ന് തന്റെ ഒരേ ഒരു മകളെ വളർത്തുന്ന അമ്മ ഒരു ദിവസം സ്കൂളിൽ പോയ മകൾ തിരികെ വന്നില്ല. സ്കൂളിൽ അന്വേഷിച്ചെത്തുമ്പോഴോ ആ ഒരു പേരിൽ ആ സ്കൂളിൽ ഒരു കുട്ടിയും ഇല്ലെന്നും അവർക്ക് ആർക്കും തന്നെ അവളെ അറിയുകയുമില്ലെന്നും ടീച്ചേഴ്സും കുട്ടികളും ഒരേ സ്വരത്തിൽ പറയുന്നു. ദിവസവും അമ്മ മകളെ സ്കൂളിൽ കൊണ്ടാക്കുന്നു. പക്ഷേ ആർക്കും തന്നെ അവളെ അറിയത്തേയില്ല. അങ്ങനെയാണെങ്കിൽ തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു, അവൾ എവിടെ പോയി, അവൾക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ അമ്മ അന്വേഷിക്കുവാനായും തീരുമാനിക്കുന്നു. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വരലക്ഷ്മി കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന എസ് സരസ്വതി എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുന്നത് നായികയെ ലക്ഷ്മിയെ കാണിച്ചുകൊണ്ടാണ്. ലക്ഷ്മിക്കൊരു മകളുണ്ട്. മകളുടെ പേരാണ് സരസ്വതി. ഭർത്താവില്ലാത്ത ലക്ഷ്മി ഒരു സിംഗിൾ മദറായി നിന്നുകൊണ്ടാണ് സരസ്വതിയെ നന്നായിട്ട് വളർത്തുന്നതും. മകളെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് വലിയ ജീവന. മാത്രവുമല്ല, തനിക്ക് കിട്ടാത്തതെല്ലാം തന്റെ മകൾക്ക് ലഭിക്കണമെന്നാണ് ലക്ഷ്മി ആഗ്രഹിക്കുന്നതും. ലക്ഷ്മിയുടെ മകളാണെങ്കിൽ അടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. പതിവ് പോലെ രാവിലെ മകളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുകയാണ് ലക്ഷ്മി. മാത്രവുമല്ല, അന്നേ ദിവസം ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. ലക്ഷ്മി ഒരു നഴ്സായതുകൊണ്ട് മകളെ സ്കൂളിലാക്കിയതിനു ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു. തന്റെ പേഷ്യന്റിനോടൊക്കെ നല്ല രീതിക്ക് ലക്ഷ്മി പെരുമാറുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു നഴ്സിനെയാണ് ഇവിടെ ആവശ്യമെന്നാണ് പേഷ്യന്റ് ഒക്കെ പറയുന്നത്. അതൊന്നും അവിടെയുള്ള ബാക്കി നഴ്സുമാർക്കൊന്നും ഇഷ്ടമാകുന്നതേയില്ല. തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ലക്ഷ്മി നേരെ വരുന്നത് സ്കൂളിലേക്കാണ്. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയി കാണും. മകളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും സരസ്വതി വരുന്നതേയില്ല. അതേസമയം അവിടേക്കൊരു ടീച്ചർ വരുന്നു. ആരെ കാത്തു നിൽക്കുകയാണെന്ന് ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ എന്റെ മകൾ സരസ്വതിയെ കാത്തു നിൽക്കുകയാണെന്നും അവൾ 7 ബിയിൽ പഠിക്കുകയാണെന്നും ലക്ഷ്മി പറയുന്നു. സരസ്വതിയോ ഞാനെങ്കിൽ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ടീച്ചർ അകത്തേക്ക് കയറിപ്പോകുന്നു. കുറെ നേരം കഴിഞ്ഞതും ഒരു പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുവരികയാണ്. ആ പെൺകുട്ടിയുടെ പേരും സരസ്വതി എന്ന. ഇതല്ലേ നിങ്ങളുടെ മകളെന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇതാരാ, എന്റെ മകൾ ഇതല്ല എന്നുള്ള കാര്യം ലക്ഷ്മി പറയുന്നു. നിങ്ങളുടെ മകൾ ഏതാ? ഈ 7 ബിയിൽ ആകെ ഒരു സരസ്വതിയേ ഉള്ളൂ, അതാണിതെന്നും ടീച്ചർ പറയുന്നു. അത് കേൾക്കുന്നതും ലക്ഷ്മിക്ക് വല്ലാതെ ടെൻഷനാകും. ലക്ഷ്മി ഉടനെ തന്നെ ക്ലാസ്സിലേക്കൊക്കെ പോയി നോക്കുന്നു. അവിടെ നിന്ന് സരസ്വതി എന്ന് വിളിച്ച് കരയുക. അതേസമയം അവിടേക്ക് പ്രിൻസിപ്പാളും വരും. എന്താ പ്രശ്നമെന്ന് ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ എന്റെ മകൾ സരസ്വതി ഇവിടെ 7 ബിയിലാ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ ടീച്ചർ അങ്ങനെ ഒരു കുട്ടിയെ ഇവിടെ പഠിക്കുന്നില്ലെന്നാണല്ലോ പറയുന്നതെന്നും ലക്ഷ്മി പറയുമ്പോഴോ പ്രിൻസിപ്പാളും 7 ബിയിലെ കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു കുട്ടിയെ ഇവിടെ പഠിക്കുന്നില്ല, ആകെ ഒരു സരസ്വതി മാത്രമേ ഉള്ളൂവെന്നും പ്രിൻസിപ്പാളും പറയുന്നു. അത് കേട്ട് ലക്ഷ്മി ഷോക്കായി പോവുകയാ. കാരണം എല്ലാ ദിവസവും രാവിലെ തന്റെ മകളെ കൃത്യമായിട്ട് സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കിയതിനു ശേഷമാണ് സരസ്വതി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പിന്നെ എങ്ങനെയാ സരസ്വതി എന്നൊരു കുട്ടി അവിടെ പഠിക്കുന്നേ ഇല്ല എന്നുള്ള കാര്യം എല്ലാ ടീച്ചർമാരും ഒരുപോലെ പറയുന്നതെന്ന് ലക്ഷ്മി ചിന്തിച്ച് കരയുകയാണ്. അതേ സമയമായിരുന്നു അവിടേക്ക് ഒരു പോലീസ് ഇൻസ്പെക്ടർ വരുന്നത്. ഇൻസ്പെക്ടറിനോട് ലക്ഷ്മി കാര്യം പറയുന്നു. സരസ്വതി എന്ന പേരിൽ ഒരു കുട്ടിയെ ഇവിടെ ഇല്ലെന്നാണ് ഇവരൊക്കെ പറയുന്നതെന്ന് ഇൻസ്പെക്ടറിനോട് ലക്ഷ്മി പറയുമ്പോൾ ഇൻസ്പെക്ടർ എല്ലാ ടീച്ചർമാരെയും ചോദ്യം ചെയ്യുകയാണ്. എല്ലാ ടീച്ചർമാരും ഒരുപോലെ തന്നെ പറയുന്നു അങ്ങനൊരു കുട്ടിയെ അവിടെ ഇല്ലെന്ന്. പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഇവിടെ CC ക്യാമറ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ക്യാമറ കുറച്ചു നാളായിട്ട് കംപ്ലൈന്റ് ആണെന്നും വർക്കല്ല എന്നുള്ള കാര്യവും പ്രിൻസിപ്പാൾ പറയും. അത് കേട്ട് ഇൻസ്പെക്ടറിന് ആകെ ദേഷ്യവും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാകുന്നു. ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും വിളിച്ചു നിർത്തിയിട്ട് സരസ്വതിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഒരു കുട്ടിയെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാ കുട്ടികളും ഒരേ സ്വരത്തിൽ പറയുന്നത് അറിയില്ല എന്നാണ്. പക്ഷേ കുട്ടികളൊക്കെ പേടിച്ച് പേടിച്ചാണ് പറയുന്നത്. അത് മനസ്സിലാക്കിയ ഇൻസ്പെക്ടർ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ എന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് ഈ ഒരു കുട്ടിയെ അറിയില്ല എന്ന് തന്നെ എല്ലാ കുട്ടികളും പറയുന്നു. അത് കേട്ട് ലക്ഷ്മിക്ക് വല്ലാതെ ടെൻഷനാകും. സരസ്വതിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, ശ്വേത. പക്ഷേ ശ്വേതയും ഇവിടെ കാണുന്നില്ല എന്നും ലക്ഷ്മി മറുപടി പറയുന്നു. പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിലോ സരസ്വതിയും ശ്വേതയും അന്വേഷിക്കുവാനായും തീരുമാനിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മിയാണെങ്കിൽ വീട്ടിലേക്ക് എത്തും. ഏകദേശം രാത്രിയായ സമയം ലക്ഷ്മിക്കൊരു കോള് വരികയാണ്. വിളിച്ചത് സരസ്വതിയായിരുന്നു. അമ്മ, ഞാനിപ്പോൾ ഉള്ളത് സ്കൂളിലാ. പ്രിൻസിപ്പാളിന്റെ റൂമിന് പുറകിലായിട്ട് മറ്റൊരു റൂമുണ്ട്. അവിടെയാ ഞാനുള്ളത്. എന്റെ മുന്നിലായിട്ട് 2 അപരിചിതരായ പുരുഷന്മാര് നിൽക്കുന്നുണ്ട്. എന്നെ എത്രയും വേഗം രക്ഷിക്കണമെന്ന് പറഞ്ഞ് സരസ്വതി കരയുകയാ. ഉടനെ തന്നെ ലക്ഷ്മി കോളും കട്ട് ചെയ്ത് നേരെ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലെത്തിയ ലക്ഷ്മി പ്രിൻസിപ്പാളിന്റെ മുറി ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. പ്രിൻസിപ്പാളിന്റെ മുറിക്ക് പിന്നിലായിട്ട് മറ്റൊരു മുറിയുണ്ട്. ആ റൂമിലേക്ക് കടക്കുമ്പോൾ ലക്ഷ്മി കാണുന്ന കാഴ്ച ആരോ തന്റെ മകളായ സരസ്വതിയെ റേപ്പ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ആ ഒരു അവസ്ഥയിലാണ് സരസ്വതി കിടക്കുന്നതും. സരസ്വതിക്ക് അടുത്തേക്ക് ലക്ഷ്മി ഓടി വരുന്നു. ലക്ഷ്മി പൊട്ടിക്കരയുകയാണ്. അമ്മ,
എനിക്കിനി പറ്റില്ല. എനിക്ക് വേദന താങ്ങാൻ കഴിയുന്നില്ല. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ലക്ഷ്മിയുടെ മടിയിൽ കിടന്നാണ് മകളായ സരസ്വതി മരിക്കുന്നത്. അത് കണ്ട് ലക്ഷ്മി പൊട്ടിക്കരയുന്നു. മാത്രവുമല്ല, സരസ്വതിക്കടുത്തായിട്ട് ഒരു ഫോണും ഉണ്ടായിരുന്നു. ആ ഫോണിൽ സരസ്വതിയെ 3-4 പേർ ചേർന്ന് റേപ്പ് ചെയ്യുന്നതിന്റെ വീഡിയോസുമുണ്ട്. അത് കണ്ടതും ലക്ഷ്മിക്ക് താങ്ങാനായില്ല. ആ ഫോൺ ദൂരേക്ക് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അതിനുശേഷം അവൾ നേരെ എത്തുന്നത് പോലീസ് സ്റ്റേഷനിലേക്കും. പോലീസ് ഇൻസ്പെക്ടറിനോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എവിടെയാ കുഞ്ഞിന്റെ ഡെഡ് ബോഡി എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ അപ്പോൾ തന്നെ കൊണ്ടുവന്ന് കുഴിച്ചു മൂടിയെന്നുള്ള കാര്യവും ലക്ഷ്മി പറയുന്നു. കുഴിച്ചിട്ടോ? എവിടെയാ? നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യവും പോലീസ് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. ആ ബോഡി ഉണ്ടായിരുന്നെങ്കിൽ ആരാണ് അവളോട് ഇങ്ങനെ ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. അവളുടെ ദേഹത്ത് നിന്ന് സാമ്പിളൊക്കെ എടുക്കാൻ കഴിയുമല്ലോ എന്നുള്ള കാര്യം പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു. ഉടനെ തന്നെ ലക്ഷ്മി എവിടെയാണോ സരസ്വതിയുടെ ഡെഡ് ബോഡി കുഴിച്ചിട്ടത് അവിടേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ കുഴി തോണ്ടി നോക്കുന്ന സമയത്തോ അവിടെ സരസ്വതിയുടെ ഡെഡ് ബോഡിയേ ഇല്ല. ഡെഡ് ബോഡി എവിടെ? ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പോലീസ് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ ഇവിടെയാ ഞാൻ കുഴിച്ചിട്ടത്. പക്ഷേ കാണുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇതിനെല്ലാം പിന്നിൽ ആ സ്കൂളുകാരാണെന്നുള്ള കാര്യവും ലക്ഷ്മി പറയുന്നു. മാത്രവുമല്ല, തന്റെ മകളെ റേപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ അവൾ കണ്ടിരുന്നല്ലോ ഒരു മൊബൈൽ ഫോൺ വഴി. ആ ഫോൺ ദൂരേക്ക് വലിച്ചെറിഞ്ഞല്ലോ. ആ ഫോണിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ പോലീസ് ഇൻസ്പെക്ടറിനെ സ്കൂളിന്റെ ആ പരിസരത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പക്ഷേ അവിടെ അത്രയും അന്വേഷിച്ച് നോക്കിയിട്ടും ഫോൺ കാണുന്നതേയില്ല. മാത്രവുമല്ല, പ്രിൻസിപ്പാളിന്റെ റൂമിനോട് ചേർന്ന് മറ്റൊരു രഹസ്യ മുറിയില്ലേ, ആ മുറിയിലേക്കാണ് അവൾ ഇൻസ്പെക്ടറിനെയും കൊണ്ടുവരുന്നത്. പക്ഷേ അവിടെ അങ്ങനെ ഒരു മുറിയേ ഇല്ലായിരുന്നു. ഇവരിതൊക്കെ മാറ്റിയതാ. ഇതിനെല്ലാം പിന്നിൽ ഈ സ്കൂളുകാരാണെന്നൊക്കെ ലക്ഷ്മി പറയുന്നു. പക്ഷേ ലക്ഷ്മി പറയുന്നതിന് ഒരു തെളിവ് തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം അവളുടെ ഇമാജിനേഷൻ ആണെന്ന് പോലീസ് ഇൻസ്പെക്ടർ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങളുടെ തോന്നലാണെന്നും കേസെടുക്കാൻ കഴിയില്ല, വേണ്ട തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ ആ ഒരു കേസ് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഏകദേശം 7 മാസം കടന്നുപോയി. 7 മാസമായിട്ടും സരസ്വതിയുടെ മരണത്തിന്റെ ഉത്തരവാദി ആരെന്നൊന്നും ഇതുവരെയും കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മി നേരെ കോടതിയിലേക്കാണ് എത്തുന്നത്. ഒരുപാട് വക്കീലന്മാരെ കാണുന്നു. പക്ഷെ അവരാരും ലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് വിശ്വസിക്കുവാനായി കൂട്ടാക്കുന്നതേയില്ല. ഇതെല്ലാം ലക്ഷ്മി ഇമാജിൻ ചെയ്ത് പറയുന്നതാണെന്നൊക്കെയാണ് അവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വക്കീലന്മാരും ആ ഒരു കേസ് സ്വീകരിക്കുന്നതേയില്ല. ഒടുവിൽ ഫേമസ് ആയിട്ടുള്ള രാമാനുജം എന്നൊരു വക്കീലിന്റെ അടുത്തേക്കാണ് ലക്ഷ്മി എത്തുന്നത്. ലക്ഷ്മിയുടെ കഥകളെല്ലാം കേൾക്കുന്ന രാമാനുജത്തിന്റെ അസിസ്റ്റന്റിനാണെങ്കിൽ ആകെ സങ്കടം തോന്നുന്നു. ഈ രാമാനുജം അത്യാവശ്യം നല്ല മനുഷ്യനാ. അധികം കാശൊന്നും ആരുടെയും കയ്യിൽ നിന്നൊന്നും വാങ്ങത്തില്ല. പാവങ്ങൾക്ക് കേസൊക്കെ ജയിച്ചു കൊടുക്കുന്നതിനോടാണ് രാമാനുജത്തിന് താല്പര്യവും. അങ്ങനെയുള്ള രാമാനുജത്തിനടുത്ത് എത്തുമ്പോഴും രാമാനുജത്തിന്റെ അസിസ്റ്റന്റിന് ലക്ഷ്മിയോട് പാവം തോന്നുമല്ലോ. ഉടനെ തന്നെ അസിസ്റ്റന്റ് രാമാനുജത്തിനടുത്ത് പറയുന്നുണ്ട്, പാവം സാർ, അവരുടെ കഥ കേട്ടിട്ട് പാവം തോന്നുന്നു. അവർക്ക് നമുക്ക് നീതി വാങ്ങി കൊടുക്കണമെന്നും രാമാനുജത്തിന്റെ അസിസ്റ്റന്റ് പറയുന്നു. അങ്ങനെ രാമാനുജമാണെങ്കിലോ ലക്ഷ്മിയെ അകത്തേക്ക് വിളിക്കുകയാണ്. ലക്ഷ്മി പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന രാമാനുജത്തിന് ഈ ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ താൻ തോറ്റുപോകുമോ എന്ന ചിന്തയുണ്ടാകുന്നു. എന്ത് പറയണമെന്നറിയാത്ത ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരുന്നു രാമാനുജം. ലക്ഷ്മിയോട് സഹതാപം തോന്നിയ രാമാനുജം കേസ് ഏറ്റെടുക്കുവാനായും തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം കോടതിയിലേക്കും കേസ് എത്തുകയാണ്. രാമാനുജം ആദ്യമായിട്ട് കേസ് ഫയൽ ചെയ്തത് സ്കൂളുകാർക്കെതിരെയും രണ്ടാമതായിട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് മിസ്സിംഗ് കേസ് കംപ്ലൈന്റ് ചെയ്തിട്ടും FIR പോലും എടുക്കാത്ത ഇൻസ്പെക്ടറിനെതിരായിട്ടുമാണ്. ആദ്യമായിട്ട് വിളിപ്പിക്കുന്നത് സ്കൂളുകാരെയാ. രാമാനുജം ചോദിക്കുന്നത് നിങ്ങളുടെ സ്കൂളിൽ സരസ്വതി എന്ന കുട്ടിയില്ലേ എന്നാണ്. അതിനു മറുപടിയായിട്ട് HOD പറയുന്നത് അങ്ങനൊരു കുട്ടിയേയില്ല, വേണമെങ്കിൽ അറ്റൻഡൻസ് ബുക്ക് കാണിച്ചു തരാമെന്നും HOD പറയുന്നു. അറ്റൻഡൻസ് ബുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്തും അതിൽ സരസ്വതി എന്ന കുട്ടിയേയില്ല. എന്നാൽ അതേസമയം രാമാനുജം ചോദിക്കുന്നത് ഈ ഒരു പ്രശ്നമെല്ലാം നടക്കുന്ന സമയത്ത് പ്രിൻസിപ്പാൾ എവിടെയാണെന്നായിരുന്നു. പ്രിൻസിപ്പാൾ നാട്ടിലാണെന്നാണ് HOD പറയുന്നത്. അങ്ങനെ പ്രിൻസിപ്പാളിനെ കോടതിയിലേക്ക് വിളിപ്പിക്കുന്നു. പ്രിൻസിപ്പാൾ എന്തിനാണ് നാട്ടിലേക്ക് പോയതെന്നൊക്കെ രാമാനുജം ചോദിക്കുകയാണ്. മാത്രമല്ല, പ്രിൻസിപ്പാളും ഇൻസ്പെക്ടറും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. വർഷങ്ങളായിട്ട് അവർ തമ്മിൽ നല്ല കമ്പനിയാണെന്നുള്ള കാര്യവും രാമാനുജം കണ്ടെത്തിയിരുന്നു. ഇൻസ്പെക്ടറും പ്രിൻസിപ്പാളും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ആ ഒരു വിധം കാശൊക്കെ കൊടുത്ത് ഒതുക്കി കാണുമല്ലേ, തേച്ചുമാച്ച് കളഞ്ഞു കാണുമല്ലേ എന്നൊക്കെ രാമാനുജം ചോദിക്കുന്നു. അതേ സമയം തന്നെയായിരുന്നു ഞെട്ടിക്കുന്നൊരു കാര്യം ലക്ഷ്മി എഴുന്നേറ്റ് പറയുന്നത്. ഞാനിന്ന് കണ്ടത് ഈ ഒരു പ്രിൻസിപ്പാളിനെ അല്ല, വേറെയായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നു. അത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ HOD പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഒരു സാർ തന്നെയാണ് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്ന്. ഇതെല്ലാം കേൾക്കുന്ന ജഡ്ജിക്ക് ഈ കുട്ടിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നും അവൾ ഇമാജിൻ ചെയ്താണ് ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് ആ ഒരു കേസും തള്ളുകയാണ്. അത് കാരണം ലക്ഷ്മി ആകെ തകർന്നു പോകുന്നു. രാമാനുജു ലക്ഷ്മി ഒരുപാട് വഴക്ക് പറയുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് തന്നോട് നേരത്തെ പറഞ്ഞില്ല എന്നാണ് രാമാനുജം ചോദിക്കുന്നതും. അങ്ങനെ ഒരു വഴിയുമില്ലാതെ ആകെ മൂകതയിൽ നിൽക്കുകയാണ് ലക്ഷ്മി. ഇനി എന്ത് ചെയ്യും?
തന്റെ മകളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായവനെ എങ്ങനെ താൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. അതിനുശേഷം നേരെ പോകുന്നത് കളക്ടർ ഓഫീസിലേക്കാണ്. കളക്ടറിനെ കണ്ട് ലക്ഷ്മി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. കുറെ കഴിഞ്ഞതും കുറെ പോലീസുകാരെല്ലാവരും കളക്ടർ ഓഫീസിലേക്ക് എത്തുന്നു. കാരണം ഏതോ ഒരു വ്യക്തി വന്ന് കളക്ടറിനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഒരു വാർത്ത മുഴുവൻ വ്യാപിക്കുകയാണ്. എന്നാൽ അതേസമയം ലക്ഷ്മി നേരെ എത്തിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കും. താനാണ് കളക്ടറിനെ കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞ് സറണ്ടർ ആകുന്നു. കളക്ടറിനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ള കാരണത്താൽ ലക്ഷ്മി സറണ്ടർ ആയതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ കോടതിയിലേക്കും കൊണ്ടുവരികയാണ്. എന്തിനാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, കളക്ടറിനെ മാത്രമല്ല ഞാൻ കൊല ചെയ്തത്, ഒരു ജഡ്ജിയെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും കൂടി ഞാൻ കൊലപ്പെടുത്തി എന്നുള്ള കാര്യവും ലക്ഷ്മി സമ്മതിക്കുന്നു. എന്തിനാ അങ്ങനെ ചെയ്തത് എന്നുള്ള ചോദ്യത്തിന്, ഇവർ മൂന്ന് പേരും ചേർന്നാണ് എന്റെ മകളെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതെന്നും ലക്ഷ്മി സമ്മതിക്കുന്നു. ലക്ഷ്മി ഇനിയും പുറത്തു നടന്നാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച് അവളെ ഒരു 10 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിലേക്കും വിട്ടുകൊടുക്കുകയാണ്. എന്നാൽ ലക്ഷ്മിക്ക് വല്ല മാനസിക പ്രശ്നമുണ്ടോ എന്ന സംശയവും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ലക്ഷ്മി ഏറ്റു പറയുന്നതെല്ലാം കേട്ട് രാമാനുജമാണെങ്കിലോ ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ചിന്തിക്കുന്നത്. ലക്ഷ്മിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാനായിട്ടും രാമാനുജം തീരുമാനിക്കുന്നു. അങ്ങനെ രാമാനുജം ആദ്യമായിട്ട് പോകുന്നത് ലക്ഷ്മിയുടെ എക്സ് ഹസ്ബൻഡിന്റെ അടുത്തേക്കാണ്. ലക്ഷ്മിയുടെ എക്സ് ഹസ്ബൻഡ് ജീവയാണ്. ജീവ ഇപ്പോൾ ഉള്ളത് മുംബൈയിലും. മുംബൈയിലെ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ടാണ് ജീവ വർക്ക് ചെയ്യുന്നത്. ജീവയ്ക്ക് അടുത്തേക്ക് എത്തുകയാണ് രാമാനുജം. നിങ്ങൾ എങ്ങനെയാ ലക്ഷ്മിയെ പരിചയപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മുംബൈയിലെ ഹോസ്പിറ്റലിൽ ജീവ ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയം അതേ ഹോസ്പിറ്റലിലെ നഴ്സായിരുന്നു ഈ ലക്ഷ്മി. അവർ രണ്ടുപേരും ആദ്യമായിട്ട് നേരിൽ കാണുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച. ആദ്യ കാഴ്ചയിൽ തന്നെ ജീവയ്ക്ക് ലക്ഷ്മിയെ ഒരുപാട് ഇഷ്ടമായി. പിന്നീട് രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രണയത്തിലേക്കും കടന്നു. അങ്ങനെ അവർ വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും രണ്ടുപേർക്കും കുട്ടികളെയില്ല. ജീവയുടെ അമ്മ ആ ഒരു കാര്യം അവരോട് പറയുകയുണ്ടായി. എന്നാൽ ഈ ഒരു കാര്യം ജീവ തന്റെ ഭാര്യയോട് പറയുമ്പോഴോ തനിക്കിപ്പോൾ കുട്ടികളൊന്നും വേണ്ട എന്നും അതിനോട് താല്പര്യമില്ല എന്നുമാണ് ലക്ഷ്മി പറയുന്നത്. എന്നാൽ നമുക്ക് ദത്തെടുക്കാമെന്ന് ജീവ പറയുമ്പോഴോ അതിനും ലക്ഷ്മി സമ്മതിക്കുന്നതേയില്ല. ഒടുവിൽ ആ ഒരു കാര്യത്തെ തുടർന്ന് രണ്ടുപേരും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാവുകയും ആ ഒരു തർക്കത്തിലൂടെ രണ്ടുപേരും ഡിവോഴ്സ് ആവുകയാണ് ചെയ്തത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ജീവ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളില്ലേ? അപ്പോൾ നിങ്ങളുടെ മകളായിട്ടുള്ള സരസ്വതി ആരാണെന്ന് ചോദിക്കുമ്പോൾ, സരസ്വതിയോ ഞങ്ങളുടെ മകളോ, പിരിയുന്ന സമയം വരെയും ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ല എന്നുള്ള കാര്യവും ജീവ പറയുന്നു. അപ്പോൾ ഈ സരസ്വതി ആരാ? സരസ്വതി റേപ്പ് ചെയ്തു എന്ന പേരിലാണ് 3 പേരെ ലക്ഷ്മി കൊന്നിട്ടിപ്പോൾ ജയിലിൽ കിടക്കുന്നെന്നുള്ള കാര്യവും രാമാനുജൻ പറയുന്നു. അത് കേട്ട് ജീവയും ഞെട്ടിപ്പോവുകയാ. ജീവയ്ക്കും അറിയില്ല ഈ സരസ്വതി ആര് എന്നുള്ള കാര്യമൊന്നും. എന്നാൽ രാമാനുജം ലക്ഷ്മിയുടെ വീടിന്റെ പരിസരത്തൊക്കെ എത്തി ലക്ഷ്മിക്ക് സരസ്വതി എന്ന പേരിൽ ഒരു മകളുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു. പക്ഷേ അയൽവാസികളൊന്നും അങ്ങനെ ഒരു പെൺകുട്ടിയെ ലക്ഷ്മിക്കൊപ്പം കണ്ടിട്ടേയില്ല എന്നും, പക്ഷേ പെൺകുട്ടി കാണാതായത് മുതൽ തന്റെ മകളെ കണ്ടോ എന്ന് പറഞ്ഞ് ലക്ഷ്മി വന്ന് അന്വേഷിക്കുന്നു എന്നുള്ള കാര്യവും അയൽവാസികൾ പറയുന്നു. ആകെ കൺഫ്യൂഷൻ ആവുകയാണ് രാമാനുജത്തിന്. ലക്ഷ്മി പറഞ്ഞിരുന്നല്ലോ തന്റെ മകളുടെ ഡെഡ് ബോഡി ഒരു ചുടുകാട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചു മൂടിയെന്ന്. ഉടനെ തന്നെ രാമാനുജം നേരെ പോകുന്നത് ആ ചുടുകാടിന്റെ വാച്ച്മാന്റെ അടുത്തേക്കാണ്. വാച്ച്മാനോട് ഇതുപോലെ ലക്ഷ്മിയെ കണ്ടിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, കണ്ടിരുന്നു, അന്ന് രാത്രി ലക്ഷ്മി ഇങ്ങനെ നടന്നു പോകുന്നത് താൻ കണ്ടുവെന്നും വാച്ച്മാൻ പറയുന്നു. അവരുടെ കയ്യിൽ ആരുടെയെങ്കിലും ഡെഡ് ബോഡി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഡെഡ് ബോഡിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ തോളിൽ ആലോ ഇട്ടിരിക്കുന്നത് പോലെ കൈവച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം വാച്ച്മാൻ പറയുന്നു. അതോടുകൂടി ലക്ഷ്മിക്ക് വല്ല മാനസിക പ്രശ്നമാണോ? ആരെയും അടക്കുവാനായിട്ട് ചുടുകാട്ടിലേക്ക് കൊണ്ടുവന്നില്ല, പക്ഷെ അതുപോലെ അവൾ കൈവച്ചിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ആകെ തലവേദനയായിരിക്കുകയാണ് രാമാനുജത്തിന്. രാമാനുജം ഉടനെ തന്നെ ലക്ഷ്മിയുടെ വീട്ടിലേക്കും എത്തുന്നു. അവിടെ നിന്നും കാണാതായ സരസ്വതിയുടെ ഫോട്ടോ കിട്ടുകയാണ്. ആ ഫോട്ടോ ജീവയ്ക്ക് അയച്ചു കൊടുക്കും. ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ, ഇതെന്റെ ഭാര്യയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോയാണെന്നുള്ള കാര്യം ജീവ പറയുന്നു. അത് കേട്ടതോടുകൂടി എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് രാമാനുജം. ആകെ ഈ ഒരു കേസ് രാമാനുജത്തിന് തലവേദനയാവുകയാ. എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കണമെന്നും രാമാനുജം തീരുമാനിക്കും. രാമാനുജം നേരെ പോകുന്നത് ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് എല്ലാ കാര്യവും സൈക്യാട്രിസ്റ്റിനോട് തുറന്നു പറയുന്നു. അങ്ങനെയാണെങ്കിൽ സരസ്വതി എന്നൊരാളില്ല, പക്ഷേ ലക്ഷ്മിയെ അന്വേഷിക്കുന്നത് അവളെ തന്നെയല്ലേ? അപ്പോൾ 3 പേർ ചേർന്ന് റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത് അത് ലക്ഷ്മിയെ തന്നെയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു രാമാനുജം സൈക്യാട്രിസ്റ്റിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നതും. സൈക്യാട്രിസ്റ്റിന്റെ മറുപടി, ലക്ഷ്മിക്ക് അവളുടെ കുട്ടിക്കാലത്ത് എന്തോ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്.
അതുകൊണ്ട് ലക്ഷ്മിയോട് തനിക്കൊന്ന് സംസാരിക്കണം. എങ്കിൽ മാത്രമേ ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിയൂ എന്നാണ് സൈക്യാട്രിസ്റ്റ് പറയുന്നത്. സൈക്യാട്രിസ്റ്റ് പറഞ്ഞതനുസരിച്ച് രാമാനുജം നേരെ പോകുന്നത് ലക്ഷ്മിയെ കാണുവാൻ വേണ്ടിയിട്ട്. സരസ്വതിക്ക് സംഭവിച്ച അനീതി പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് നീ സംസാരിക്കേണ്ടതുണ്ട്. ഡോക്ടറിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയൂവെന്നും രാമാനുജം പറയുന്നു. നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ എന്തിന് ഞാൻ തയ്യാറാണെന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടിയും. അങ്ങനെ ഡോക്ടർ ലക്ഷ്മിയെ കാണുവാൻ വേണ്ടിയിട്ട് എത്തിക്കുകയാണ്. ഡോക്ടർ ലക്ഷ്മിയെ ഹിപ്നോട്ടിസം ചെയ്യുവാനായും പോകുന്നു. ലക്ഷ്മിയോട് ഡോക്ടർ ചോദിക്കുന്നത് ആരാണ് ഈ സരസ്വതി എന്നായിരുന്നു. അതിന് മറുപടിയായിട്ട് ലക്ഷ്മി പറയുന്നത് അത് ഞാൻ തന്നെയാണെന്നാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ സരസ്വതിയുടെ പേര് ലക്ഷ്മി സരസ്വതി എന്നാണ്. ലക്ഷ്മി തന്നെ തന്നെയാണ് മകളായി കണ്ട് ജീവിച്ചിരുന്നതും. അങ്ങനെ ലക്ഷ്മിക്ക് അച്ഛനും അമ്മയും ചേർന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് ലക്ഷ്മി പഠിച്ചിരുന്നത്. പതിവ് പോലെ ലക്ഷ്മി സ്കൂളിലേക്ക് പോവുകയാണ്. അന്നൊരു ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. അന്നേ ദിവസം ലക്ഷ്മിയുടെ പിറന്നാളുമായിരുന്നു. അങ്ങനെ ലക്ഷ്മി സ്കൂളിലേക്ക് എത്തുകയാണ്. ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന് പ്രിൻസിപ്പാലിനൊപ്പം പ്രിൻസിപ്പാലിന്റെ ഫ്രണ്ട്സ് ആയിരുന്ന വക്കീലും ഇൻസ്പെക്ടറും ഒക്കെ എത്തുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ ശേഷം ലക്ഷ്മിയാണെങ്കിലോ സ്വീറ്റ്സ് കൊടുക്കുവാനായിട്ട് പ്രിൻസിപ്പാലിന്റെ റൂമിലേക്ക് വന്നു. അതേസമയം പ്രിൻസിപ്പാളും ആ ഒരു വക്കീലും ഇൻസ്പെക്ടറും ചേർന്ന് മദ്യപിച്ചു കൊണ്ടിരിക്കുക. അവർക്ക് ലക്ഷ്മിയെ കണ്ടതും വല്ലാത്തൊരു മോഹം തോന്നുന്നു. പ്രിൻസിപ്പാലിന്റെ റൂമിന് അടുത്തായിട്ട് മറ്റൊരു രഹസ്യ റൂമുണ്ട്. ആ റൂമിലേക്ക് അവർ ലക്ഷ്മിയെ കൊണ്ടുപോവുകയും അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഒരുപാട് സമയമായിട്ടും ലക്ഷ്മി വീട്ടിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ അച്ഛനും അമ്മയും അവളെ അന്വേഷിച്ച് സ്കൂളിലേക്ക് എത്തുകയുണ്ടായി. എന്നാൽ അതേസമയം ലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ലക്ഷ്മി വീട്ടിലേക്ക് പോയി അവളെ കണ്ടില്ല എന്നൊക്കെയാണ് ഓരോരുത്തരും മറുപടി പറഞ്ഞതും. അത് കാരണം വീട്ടുകാർക്ക് ആകെ ടെൻഷൻ. എന്നാൽ ലക്ഷ്മിയുടെ അമ്മയെ ലക്ഷ്മി കോള് ചെയ്യുകയാണ്. താൻ ഇതുപോലെ പ്രിൻസിപ്പാളിന്റെ റൂമിന് അടുത്തുള്ള റൂമിലുണ്ടെന്നും തന്നെ 3 പേർ ചേർന്ന് റേപ്പ് ചെയ്തെന്നുമായിരുന്നു ലക്ഷ്മി അമ്മയോട് വിളിച്ച് പറഞ്ഞതും. ഉടനെ തന്നെ അച്ഛനും അമ്മയും പ്രിൻസിപ്പാളിന്റെ റൂമിന് അടുത്തുള്ള റൂമിലേക്ക് എത്തുന്നു. അവിടെ അവർ കാണുന്ന കാഴ്ച ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ലക്ഷ്മിയാണ്. അവളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ലക്ഷ്മിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത ഡോക്ടർ ഒരു ഞെട്ടിക്കുന്ന കാര്യം അച്ഛനോടും അമ്മയോടും പറയുന്നു. ക്രൂരമായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ ഇനി ഒരിക്കലും ലക്ഷ്മിക്ക് കുട്ടികൾ ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. അത് കേട്ടതും അച്ഛനും അമ്മയും ആകെ തകർന്നു പോയി. അവർ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. ലക്ഷ്മിയെ വാർഡിലേക്ക് മാറ്റുന്നു. അച്ഛനും അമ്മയും കേസ് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുക. പക്ഷേ അവർ വലിയ പുള്ളികളാണല്ലോ. തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ കേസ് കൊടുക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി ഒരു കാര്യം പറയുന്നത്. അവർ തന്നെ റേപ്പ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു. ആ ഒരു ടേപ്പ് ആ ഒരു സ്ഥലത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പാളിന്റെ റൂമിൽ തന്നെ ഉണ്ടെന്നുമുള്ള കാര്യം അച്ഛനോട് പറയുന്നു. ഉടനെ തന്നെ അച്ഛനാണെങ്കിൽ ആ ഒരു ടേപ്പ് എടുത്തുകൊണ്ട് വരികയാണ്. അവരുടെ കയ്യിൽ തെളിവായിട്ടുള്ള ടേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഉടനെ തന്നെ കേസും ഫയൽ ചെയ്യുകയാണ്. എന്നാൽ കോടതിയില് വക്കീലിനും പ്രിൻസിപ്പാലിനും ഇൻസ്പെക്ടറിനും വേണ്ടിയിട്ട് വാദിക്കുവാനായി വന്ന വക്കീലാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ഒരുപാട് കാശ് വാങ്ങിയത് കൊണ്ട് തന്നെ കേസിൽ നിന്നും അവരെ ഈസി ആയിട്ട് ഊരിക്കൊടുക്കുകയാണ്. ആ കേസിൽ ലക്ഷ്മിയും അച്ഛനും അമ്മയും തോറ്റു എന്ന് തന്നെ പറയാം. എന്നാൽ ലക്ഷ്മി പറയുന്നത് തന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായവരെ എല്ലാവരെയും കൊല്ലണമെന്നായിരുന്നു. അതേ സമയമായിരുന്നു ഈ 3 പേരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യനെ അവർ കാണുന്നതും. ഉടനെ തന്നെ ലക്ഷ്മിയുടെ അച്ഛനും അമ്മയും അവിടേക്ക് ചെന്ന് ആ ഒരു പൊളിറ്റീഷ്യനെ ഒരുപാട് വഴക്ക് പറയുന്നു. എല്ലാവർക്കും മുന്നിലിട്ട് അയാളെ അപമാനിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ ദേഷ്യം വന്ന പൊളിറ്റീഷ്യനാണെങ്കിൽ ലക്ഷ്മിയുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവളുടെ അച്ഛനെയും അമ്മയും കൊന്നുകളയുന്നു. അന്നു മുതൽ ലക്ഷ്മി ഒരു ആശ്രമത്തിലാണ് വളർന്നതും ആശ്രമത്തിൽ നിന്ന് പഠിച്ചാണ് ലക്ഷ്മി നഴ്സായി മാറിയതും. ഇതെല്ലാം കരഞ്ഞുകൊണ്ടാണ് അവൾ ഡോക്ടറിനോട് പറയുന്നത്. ഡോക്ടർ പറയുന്നത് ലക്ഷ്മിക്കുള്ളതൊരു ഡിസോർഡർ ആണ്, അതിനാവശ്യം ട്രീറ്റ്മെന്റാ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ വേണം കേസ് വാദിക്കാനെന്നുള്ള കാര്യവും ഡോക്ടറാണെങ്കിൽ രാമാനുജത്തോട് പറയുന്നു. രാമാനുജം നേരെ എത്തിയിരിക്കുന്നത് ജഡ്ജിയെ കാണുവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് രാമാനുജത്തിന്റെ കണ്ടെത്തലുകളെല്ലാം ജഡ്ജിയോട് പറയുന്നു. യഥാർത്ഥത്തിൽ ലക്ഷ്മിക്കുള്ളത് മാനസിക പ്രശ്നമാണ്. ലക്ഷ്മിക്ക് ആവശ്യം ട്രീറ്റ്മെന്റ് ആണ്. ലക്ഷ്മിക്ക് കുട്ടിക്കാലത്ത് നടന്ന ആ ഒരു സംഭവത്തിന് ശേഷം അവളുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടു. അന്നു മുതൽ അവൾക്ക് നടന്ന കാര്യങ്ങളൊന്നും അവൾക്ക് ഓർമ്മയില്ല. എന്നാൽ ലക്ഷ്മി ഇപ്പോൾ ജീവിക്കുന്നത് തനിക്കൊരു മകളുണ്ടെന്നും മകളെ 3 പേർ ചേർന്ന് ക്രൂരമായി റേപ്പ് ചെയ്തുവെന്നും മകൾക്ക് നീതി വാങ്ങി കൊടുക്കുവാൻ വേണ്ടിയിട്ടുമാണ് ലക്ഷ്മി ഇപ്പോൾ ജീവിക്കുന്നത്. അതൊരു ഡിസോർഡർ ആണെന്നുള്ള കാര്യവും രാമാനുജം പറയുന്നു. എന്നിട്ട് രാമാനുജം ഒരു കാര്യം കൂടി ജഡ്ജിനോട് ആവശ്യപ്പെടുകയാണ്. ലക്ഷ്മി ഈ ഒരു കാര്യങ്ങളൊന്നും അറിയരുത്. അവൾക്കൊരു രോഗമാണെന്നോ അവൾക്കൊരു മകളില്ല എന്നുള്ള കാര്യമോ അവൾ ഒരിക്കലും അറിയരുത്. അതുകൊണ്ട് അടുത്ത ഹിയറിംഗിൽ ലക്ഷ്മിയെ വിളിപ്പിക്കരുതെന്നും പറയും.
അങ്ങനെ അടുത്ത ഹിയറിംഗ് ദിവസം എത്തി. ലക്ഷ്മിയെ വിളിപ്പിച്ചിട്ടില്ല. പകരം രാമാനുജം ലക്ഷ്മിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം കോടതിയിൽ അവതരിപ്പിക്കുന്നു. സരസ്വതി എന്നത് ലക്ഷ്മി തന്നെയാണെന്നുമുള്ള കാര്യം രാമാനുജം അവതരിപ്പിക്കുകയാണ്. മാത്രവുമല്ല, കുട്ടിക്കാലത്ത് ലക്ഷ്മിയെ ചികിത്സിച്ച ഡോക്ടറിനെയും അവിടേക്ക് കൊണ്ടുവരുന്നു. ലക്ഷ്മിക്ക് സംഭവിച്ച ആ ഒരു ക്രൂര പ്രവൃത്തികളെല്ലാം ഡോക്ടർ ഓരോന്നോരോന്നായിട്ട് തുറന്നു പറയുകയാണ്. ലക്ഷ്മിക്ക് മാനസിക പ്രശ്നമുള്ളതായിട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അടുത്ത ഹിയറിംഗ് ഇൻഡിപെൻഡൻസ് ഡേ ദിവസത്തിന് അടുത്ത ദിവസമാണെന്നും അന്ന് വിധി പറയുമെന്നുള്ള കാര്യവും ജഡ്ജി പറയുകയാണ്. അവിടെ നിന്നും രാമാനുജം നേരെ എത്തുന്നത് ലക്ഷ്മിയെ കാണുന്നതിന് വേണ്ടിയിട്ടാ. അതൊരു ഇൻഡിപെൻഡൻസ് ഡേ ദിവസമായിരുന്നു. ലക്ഷ്മിയോട് ഹാപ്പി ബർത്ത്ഡേ എന്ന് രാമാനുജം പറയുമ്പോൾ അതൊന്നും ലക്ഷ്മിക്ക് ഓർമ്മയേയില്ല. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി അവിടെ നിന്നും ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന് പങ്കെടുക്കുവാനായും പോകുന്നത്. അങ്ങനെ അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് ഒരു പൊളിറ്റീഷ്യൻ വരുന്നതും. എന്നാൽ ലക്ഷ്മി അയാളെ കാണുകയും അവിടേക്ക് ഒരുപാട് പോലീസുകാർ ഓടി വരുന്നതായും കാണിക്കുന്നു. സത്യത്തിൽ ലക്ഷ്മി ആ ഒരു പൊളിറ്റീഷ്യനെ കൊന്നിരുന്നു. ലക്ഷ്മിയുടെ അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് കാരണമായ അതേ പൊളിറ്റീഷ്യൻ തന്നെയാണ് അവിടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി എത്തിയിരുന്നതും അയാളെ ലക്ഷ്മി കൊന്നുകളഞ്ഞതും. അങ്ങനെ ഇപ്പോൾ ലക്ഷ്മി 4 പേരെ കൊന്നിരിക്കുകയാണല്ലോ. അടുത്ത ദിവസം വിധി പറയുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയും കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. ലക്ഷ്മി പറയുന്നത്, സ്ത്രീകളെ ദൈവമായി കാണേണ്ട സ്ഥലത്ത് സ്ത്രീകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ സ്ത്രീകളും നശിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് നീതി കിട്ടാതെ പോവുകയാണ്. സ്ത്രീകൾക്ക് നീതി കിട്ടണമെന്നുള്ള രീതിയിലാണ് ലക്ഷ്മി ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത്. അവസാനം ജഡ്ജി വിധി പറയുക, ലക്ഷ്മിക്ക് മാനസികമായിട്ടൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ 6 മാസം ലക്ഷ്മിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുവാനായും അത് കഴിഞ്ഞ് ലക്ഷ്മിയെ വെറുതെ വിടണമെന്നായിരുന്നു ജഡ്ജി വിധി പ്രഖ്യാപിച്ചതും. അങ്ങനെ ലക്ഷ്മിയെ നേരെ കൊണ്ടുപോകുന്നത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കാണ്. 6 മാസം കടന്നുപോയി. 6 മാസം കഴിഞ്ഞപ്പോൾ രാമാനുജം ലക്ഷ്മിയെ കാണുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുക. ലക്ഷ്മി ഇപ്പോൾ പഴയ ജീവിതത്തിലേക്കും തിരികെ വന്നിരിക്കുന്നു. അവൾ രാമാനുജത്തിന് നന്ദി പറയുകയാണ്. എന്ത് ചെയ്താലും നിനക്ക് നീതി കിട്ടിയല്ലോ, അത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതെന്നും രാമാനുജം പറയുന്നു. ലക്ഷ്മി നന്ദി പറയുകയാണ്. രാമാനുജം അവിടെ നിന്ന് നടന്നു പോകുന്ന സമയത്താണ് രാമാനുജത്തിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ലക്ഷ്മി ഇപ്പോൾ തനിക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണല്ലോ. മാത്രമല്ല, അവളെ കേസിൽ നിന്ന് രക്ഷിച്ചതിനും അവൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മിക്കിപ്പോൾ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് അവൾ തന്നെയാണോ എന്നുള്ള സംശയവും അയാൾക്കുണ്ടാകുന്നു. ഉടനെ തന്നെ രാമാനുജം അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്മിക്ക് അടുത്തേക്ക് എത്തുമ്പോഴോ ലക്ഷ്മി തന്റെ ഹസ്ബൻഡായ ജീവയ്ക്കൊപ്പം നിൽക്കുന്നതാണ് രാമാനുജം കാണുന്നത്. അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. സത്യത്തിൽ ലക്ഷ്മിക്ക് ഒരു പ്രശ്നവുമില്ല. ലക്ഷ്മിയും ജീവയും വിവാഹം കഴിച്ച് അവരുടെ ഫസ്റ്റ് നൈറ്റ് ദിവസമാണ് ലക്ഷ്മി മറന്നുപോയിരുന്ന കാര്യങ്ങളെല്ലാം അവൾക്ക് ഓർമ്മ വന്നത്. അവൾ ക്രൂരമായി 3 പേരാൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യം ഓർമ്മ വന്ന ലക്ഷ്മി അതെല്ലാം ജീവയോട് തുറന്നു പറയുന്നു. തന്നെ റേപ്പ് ചെയ്തവർ 3 പേരും മരണപ്പെട്ടാൽ മാത്രമേ തനിക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയൂ എന്ന് ലക്ഷ്മി പറഞ്ഞതുകൊണ്ട് തന്നെ ജീവയും ലക്ഷ്മിയും ചേർന്ന് 3 പേരെയും കൊല്ലുവാനായിട്ട് പ്ലാൻ ഇടും. ജീവ പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു പ്ലാൻ. എങ്ങനെയെന്നാൽ ലക്ഷ്മി ജീവയുമായിട്ട് ഡിവോഴ്സ് ആകുന്നത് പോലെ ഇവിടെ നിന്ന് പിരിഞ്ഞ് ഡിവോഴ്സ് വാങ്ങി പോകണം. അതിനുശേഷം നാട്ടിലേക്ക് ചെന്ന് സരസ്വതി എന്ന പേരിൽ തനിക്കൊരു മകളുണ്ടെന്ന രീതിയിൽ അഭിനയിച്ച് ജീവിക്കണം. മകളെ നന്നായിട്ട് വളർത്തുന്നതായിട്ടും ലക്ഷ്മി പഠിച്ച അതേ സ്കൂളിൽ തന്നെ മകളെ പഠിപ്പിക്കുന്നതായിട്ടും 3 പേർ ചേർന്ന് മകളെ റേപ്പ് ചെയ്യുന്നതായിട്ടും മകൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്മി പോരാടുന്നതായിട്ടും മകളുടെ ഡെഡ് ബോഡി ശ്മശാനത്തിൽ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുന്നതായിട്ടും മകൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് പോരാടുന്നതായിട്ടും അഭിനയിക്കണം. ആ ഒരു ഗ്യാപ്പിൽ അവൾക്ക് പ്രതികാരം വീട്ടാനുള്ള 3 പേരെയും അവൾ കൊലപ്പെടുത്തണം. ആ സമയത്ത് ഏകദേശം ഇതെല്ലാം അവളുടെ പ്രശ്നമാണെന്നും അവൾക്ക് ഒരു ഡിസോർഡർ ഉണ്ടെന്നുള്ള കാര്യം കോടതിക്ക് എങ്ങനെയായാലും ബോധ്യപ്പെടും. ആ സമയത്ത് അവൾക്ക് ശിക്ഷ കിട്ടില്ല എന്നുള്ള കാര്യം ജീവയ്ക്കും ലക്ഷ്മിക്കും ഉറപ്പായിരുന്നു. അങ്ങനെ അവരുടെ പ്ലാൻ പ്രകാരമാണ് ലക്ഷ്മി ഇത്രയും അഭിനയിച്ചത്. അല്ലാതെ ലക്ഷ്മിക്ക് ഒരു പ്രശ്നവും തന്നെയില്ല. ഇതെല്ലാം ഇപ്പോൾ രാമാനുജത്തിന് മനസ്സിലായിരിക്കുകയാണ്. എന്നാൽ രാമാനുജം ഒരു പുഞ്ചിരിയോടുകൂടി, ലക്ഷ്മിക്ക് സംഭവിച്ചത് എന്തായാലും അനീതിയാണല്ലോ, താൻ കാരണം അവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞുവെന്നും അവളെ രക്ഷിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് രാമാനുജം അവരോട് യാത്ര പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഈ ഒരു സത്യം അറിയാവുന്നത് ലക്ഷ്മിക്കും ജീവയ്ക്കും രാമാനുജത്തിനും മാത്രമാണ്. അങ്ങനെ ലക്ഷ്മി പ്രതികാരമെല്ലാം വീട്ടിയതിനു ശേഷം തന്റെ ഭർത്താവിനൊപ്പം സന്തോഷമായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.